നമസ്കാരം. ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥന, ജപം, ധ്യാനം ഇവ നമ്മെ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ വഴികളും ദൈവിക പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉപാസനാ ദേവതയുടെ അനുഗ്രഹം പൂർണ്ണമായും നമ്മളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഉപാസനാ ദേവതയുടെ അനുഗ്രഹം സമ്പൂർണമായുള്ളത് തിരിച്ചറിയാൻ ചില സൂക്ഷ്മമായ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇവ ശാരീരികമോ ഭൗതികമോ മാത്രം അല്ല. മനസ്സ്, പെരുമാറ്റം എന്നിവയിലെ മാറ്റങ്ങളാണ് പ്രധാന സൂചനകൾ. നിങ്ങൾ ആദ്യം ഒരു ദേവതയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ആ ദേവതയുടെ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങും, അല്ലേ? ഇങ്ങനെ ജപിച്ച് കുറേ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അഷ്ടോത്തരം ജപിക്കാൻ തോന്നും. അത് കഴിയുമ്പോൾ സഹസ്രനാമത്തിലേക്ക് പോകും. അങ്ങനെ ആ ദേവതയെ മുഴുവനായി അറിയാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ദേവത നിങ്ങളിൽ പ്രസാദിക്കുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണമാണ്. നിങ്ങൾ ദേവതയെ അറിയാൻ ശ്രമിക്കും തോറും ദേവതയോടുള്ള സ്നേഹം കൂടിക്കൂടി വരും. അതുപോലെ ദേവതയും നിങ്ങളോട് അടുത്തടുത്ത് വരും. നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ അടുത്തേക്ക് നിങ്ങൾ ഒരടി വെച്ചാൽ ആ ദേവത 10 അടി നമ്മുടെ അടുത്തേക്ക് വരും എന്നതാണ് സത്യം. പോകെ നിങ്ങൾ അവരുടെ നാമം ഓർക്കുന്ന വേളയിൽ ദേവതാ സാമീപ്യം അറിയുവാനും സാധിക്കും. രണ്ടാമതായി, മനസ്സും പെരുമാറ്റം തുടങ്ങിയവയിലെ മാറ്റങ്ങളാണ്. ഏത് ദേവതയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവതയുമായി നിങ്ങൾക്ക് സാമ്യമുണ്ടാകാൻ തുടങ്ങും. ഉദാഹരണത്തിന്, മഹാലക്ഷ്മി ആരാധിക്കുന്നവർക്ക് മുഖവൈശ്വര്യം, ജനവശ്യം, സമ്പത്ത് തുടങ്ങിയവ ക്രമേണ ഉണ്ടാകാൻ തുടങ്ങും. ദുർഗയെ ആരാധിക്കുന്നവർക്ക് മനദുഃഖം കുറയാനും ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും ലഭിക്കും. പറഞ്ഞു വന്നത്, ഏത് ദേവതയാണോ ആരാധിക്കുന്നത് ആ ദേവതയുമായി താതാത്മ്യം പ്രാപിക്കുക എന്നതാണല്ലോ ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തത്വം അസി, അത് നീ തന്നെയാണ് എന്നതാണ് ഉപാസനയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന പരമമായ സത്യം. അതുകൊണ്ടാണ് നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള ദേവതയെ ആരാധിക്കണമെന്ന് പറയുന്നത്. ഉപാസനയുടെ അന്ത്യത്തിൽ നമ്മൾ ആ ദേവതയായി മാറുന്നു എന്നതാണ് സത്യം. മൂന്നാമതായും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ദേവതയോടുള്ള സ്നേഹം. അതിനായി ദേവതയെ നിങ്ങളുടെ ഒരു സുഹൃത്തായോ അമ്മയായോ കാണാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും മോശം കാര്യം നടന്നാലും ദേവതയെ ഓർക്കുക. ഒരു സുഹൃത്തായോ അമ്മയായോ കാണുക, സംസാരിക്കുക. അവർക്ക് വിശേഷപ്പെട്ട നാളുകളിൽ തന്നാലാവും വിധം പൂജകളും അലങ്കാരങ്ങളും ചെയ്യുക. ജപം കഴിവതും മുടക്കാതിരിക്കുക. ഇതൊക്കെ ദേവതയും നിങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. നിങ്ങൾ ശരിയായും കൃത്യമായും നിഷ്കളങ്ക മനസ്സോടെ ചെയ്താൽ ഉറപ്പായും ഘട്ടം ഘട്ടമായി ദേവത നിങ്ങളിൽ മാറ്റമുണ്ടാക്കും. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ചെയ്ത് നാളെ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിൽ തന്നെ മാറ്റമുണ്ടാക്കാനാണല്ലോ ഉപാസന പദ്ധതിയൊക്കെ. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള മാലിന്യങ്ങളൊക്കെ പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ദേവത നമ്മളെ അടുപ്പിക്കൂ. അതുവരെ പരീക്ഷണങ്ങളുണ്ടാകും. എങ്കിലും നമ്മുടെ കൂടെ ദേവതയും ഉണ്ടാകും. വീഴുന്നിടത്ത് നിന്നെല്ലാം ഉയർത്തിവിടും. ലക്ഷ്യസ്ഥാനത്തെത്തും വരെ തുണയായി നിൽക്കും. ശുദ്ധമായ മനസ്സോടെ ദിവസവും ചെറിയൊരു വിളക്ക് തെളിയിച്ച് ദേവതയുടെ ഒരു വരി നാമമെങ്കിലും ജപിക്കുക. ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക. ഇഷ്ടദേവതയെ ഉപാസിക്കാൻ ഗുരുദീക്ഷ വേണമെന്നില്ല. നാമമന്ത്രങ്ങൾ ജപിച്ചാൽ മതി. ഗുരുവായി ദേവതയെ തന്നെയോ അല്ലെങ്കിൽ സാക്ഷാത് ദക്ഷിണാമൂർത്തി സ്വാമിയെയോ പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഓം ശ്രീമാത്രേ നമഃ.